നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല, LSDD പരീക്ഷ, അതായത് നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി പരീക്ഷ, അതിൻ്റെ മെയിൻസിന് വേണ്ടുന്ന സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുമ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് റൂറൽ ഡെവലപ്മെൻറ്റ് അഥവാ ഗ്രാമവികസനം എന്ന് പറയുന്നത്. 15 മാർക്കാണ് ആ ഒരു മേഖലയിൽ നിന്നും പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ആ മേഖലയിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏത് രീതിയിലായിരിക്കണം പഠിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ് ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന രണ്ടാമത്തെ ക്ലാസ്സാണ് ഇത്. നമ്മുടെ ഈ ഒരു ക്ലാസ് റൂറൽ ഡെവലപ്മെൻറ്റ്, അതേപോലെ ബാക്കിയുള്ള 85 മാർക്കിൻ്റെ ക്ലാസ്സുകളും ഇവിടെ നമ്മൾ നൽകുന്നതാണ്. അതിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് 98 46 18 31 66 എന്ന നമ്പറിലേക്ക് വാട്സപ്പിലോ ടെലഗ്രാമിലോ മെസ്സേജ് അയച്ചുകൊണ്ട് ഈ കോഴ്സിനെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി പരീക്ഷയ്ക്ക് ഏറ്റവും നിർണായകമാകുന്നത് സ്പെഷ്യൽ ടോപ്പിക് വിഷയങ്ങൾ ഉൾപ്പെടുന്ന രണ്ടാമത്തെ പേപ്പർ ആയതിനാൽ ആ വിഷയത്തിൻ്റെ ക്ലാസ് മാത്രമാണ് നമ്മളിവിടെ ഡീറ്റെയിൽഡായിട്ട് നൽകുന്നത്. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക് വിഷയങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പഞ്ചായത്ത് സെക്രട്ടറി പരീക്ഷയുടെ ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് 9846183166 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ റൂറൽ ഡെവലപ്മെൻറ്റ് അഥവാ ഗ്രാമവികസനം എന്താണ്, അതിൻ്റെ നിർവചനം എന്താണ്, അതിൻ്റെ ലക്ഷ്യം എന്താണ്, അതിൻ്റെ പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ എന്താണ്, ഇതെല്ലാം നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ സൂചിപ്പിച്ചതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത്, നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്ന എന്താണ്, അല്ലെങ്കിൽ പരിചയപ്പെടാൻ ശ്രമിക്കുന്നത് എന്താണ്, റൂറൽ ഡെവലപ്മെൻറ്റ് ബിഫോർ 1947, 1947 മുൻപുള്ള ഗ്രാമവികസനവും അതിനുവേണ്ടി നടന്ന പരിശ്രമങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ 1947 മുൻപുള്ള ഗ്രാമവികസന പദ്ധതികൾ എന്ന് നമ്മൾ പ്രത്യേകം പഠിക്കുമ്പോൾ ഓർക്കുക, ആ ഗ്രാമവികസന പദ്ധതികൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ അല്ല എന്ന് മനസ്സിലാക്കുക. കാരണം 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അതിനുശേഷം നടന്ന ഒരുപാട് സംവിധാനങ്ങൾക്ക് ശേഷമാണ് ഒരു പൊതു തിരഞ്ഞെടുപ്പ് നടത്തുകയും ജനാധിപത്യപരമായ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടൊരു ഗവൺമെൻറ് നിലവിൽ വരികയും കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് എന്ന ഒരു സ്കീം 1952 നമ്മുടെ നാട്ടിൽ ആരംഭിക്കുകയുമൊക്കെ ചെയ്തത്. അതിനുശേഷമാണ് യഥാർത്ഥത്തിൽ റൂറൽ ഡെവലപ്മെൻറ്റിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു പങ്കാളിത്തം ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ സ്കീമുകൾ വളരെ കുറവും വ്യക്തികളാൽ ആരംഭിച്ചത് ആയിട്ടുള്ള സ്കീമുകളുമാണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. അതും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പിന്തുണയില്ലാതെയുള്ള സ്കീമുകളാണ് ഇവിടെയുള്ളത്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ നാട്ടിൽ ഗ്രാമവികസനം, ആ ഗ്രാമവികസനത്തിന് വേണ്ടി നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട പദ്ധതികളാണ് നമ്മളിവിടെ ഇന്ന് അനാവരണം ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ പദ്ധതിയാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ പദ്ധതിയുടെ പേരെന്താണ്? അതാണ് ഏതാണ് അല്ലേ, കേട്ടിട്ടില്ലേ നിങ്ങൾ? സുന്ദർബൻ പ്രൊജക്റ്റ് എന്ന് പറയുന്നൊരു പ്രൊജക്റ്റ് അല്ലേ, സുന്ദർബൻ പ്രൊജക്റ്റ് എന്ന് പറയുന്നൊരു പ്രൊജക്റ്റ് അല്ലെ. സുന്ദർബൻ പ്രൊജക്റ്റ് ഉണ്ട്, ശ്രീ നികേതൻ പ്രൊജക്റ്റ് അല്ലെ, രവീന്ദ്രനാഥ ടാഗോറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള ശ്രീ നികേതൻ എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ഉണ്ട്. ബംഗാളിലുള്ള ശ്രീ നികേതൻ പ്രൊജക്റ്റ് ഉണ്ട് അല്ലെ. ടാഗോറിൻ്റെ അച്ഛൻ്റെ പേര് നമുക്കറിയാമായിരുന്നു, ദേവേന്ദ്രനാഥ ടാഗോറാണ്. അപ്പോൾ ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെയും രവീന്ദ്രനാഥ ടാഗോറിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ആരംഭിച്ച ശ്രീ നികേതൻ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ഉണ്ട്. അത് ബംഗാളും കൽക്കട്ടയും അടങ്ങുന്ന മേഖലകളിൽ അവിടെയുള്ള ജനങ്ങൾക്ക് ഒരു മെച്ചപ്പെട്ട ജീവിത സംവിധാനം ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് ആരംഭിച്ചൊരു പ്രൊജക്റ്റാണ്. അതിനെയാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ ഗ്രാമവികസനത്തിൻ്റെ ഒരു മാതൃക എന്ന രീതിയിൽ ഇന്ത്യൻ പതിപ്പായിട്ട് നമ്മൾ എടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് നോക്കാം. അതായത് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ശ്രീനികേതൻ പ്രൊജക്റ്റിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മളിവിടെ നോക്കാൻ പോകുന്ന എന്താണ്, ആ റൂറൽ ഡെവലപ്മെൻറ്റ് എന്നുള്ള മേഖലയിൽ നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ചെറിയ പരീക്ഷണങ്ങളെക്കുറിച്ചാണ്. അതിൽ ആദ്യത്തെ പരീക്ഷണം എന്ന് പറയുന്നത് സുന്ദർബൻ പ്രൊജക്റ്റ് എന്ന് പറയുന്നതാണ്. നമുക്കറിയാം സുന്ദർബൻ അല്ലേ, സുന്ദരവനം എന്ന് നമ്മൾ പറയുന്നത് ഇത് ബംഗാളിൻ്റെ തീരപ്രദേശങ്ങളിലാണ് സുന്ദരവനം എന്നുള്ള മേഖലയിലുള്ളത്. അവിടെ ജനവാസ മേഖല തന്നെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ സുന്ദർബൻ മേഖലയിലുള്ള ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് അവർക്ക് കൂടുതൽ വികസനോന്മുഖമായ ഒരു ജീവിതം നൽകുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ചൊരു പ്രൊജക്റ്റാണ് സുന്ദർബൻ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. 1903 സുന്ദർബൻ പ്രൊജക്റ്റ് ആരംഭിക്കുന്നത്. ഇതിന് മുൻകൈ എടുത്തത് ഇന്ത്യക്കാരനല്ല, ഒരു വിദേശിയാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് സർ ഡാനിയൽ ഹാമിൽട്ടൺ എന്ന് പറയുന്ന ഒരു വിദേശി, ഒരു ഇംഗ്ലീഷുകാരനാണ് ഇത് ആരംഭിച്ചത്. അല്ലെങ്കിൽ
ആ ഒരു വിദേശിയായിട്ടുള്ള ഇംഗ്ലീഷുകാരനായിട്ടുള്ള സർ ഡാനിയൽ ഹാമിൽട്ടനാണ് ഇത് ആരംഭിച്ചത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പരിശ്രമ ഫലമായിട്ട് സുന്ദർബൻ മേഖലയിൽ അധിവസിക്കുന്ന ചിന്നിച്ചിതറിക്കിടക്കുന്ന ഗ്രാമീണ ജനതയ്ക്ക് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുക, അവർക്ക് പരിശീലനങ്ങൾ നൽകുക, സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് അവരുടെ ജീവിത നിലവാരം വളർത്തുന്നതിനാവശ്യമായ വരുമാനം നേടിക്കൊടുക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് സർ ഡാനിയൽ ഹാമിൽട്ടണിൻ്റെ നേതൃത്വത്തിൽ 1903 ആരംഭിച്ച പ്രൊജക്റ്റാണ് സുന്ദർബൻ പ്രൊജക്ട് എന്ന് പറയുന്നത്. ഇത് കാലാന്തരത്തിൽ വികാസം പ്രാപിക്കുകയും സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന പേരിൽ, കേന്ദ്ര സഹകരണ സംഘം എന്ന പേരിൽ അവിടെ സാമ്പത്തിക കാര്യങ്ങളിൽ അവിടെയുള്ള ജനതയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സഹകരണ പ്രസ്ഥാനം രൂപപ്പെട്ട് വരികയും ഇവിടെ നടന്ന മാതൃക കണ്ട് മനസ്സിലാക്കിയിട്ട് ഈ സഹകരണ രംഗത്തും അതേപോലെ തന്നെ ഗ്രാമവികസന രംഗത്തും പൊതു സംരംഭകരായി വരുന്ന ആളുകൾക്ക് കൂടുതൽ പരിശീലനങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരു റൂറൽ ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു മാതൃക 1934 ഇവിടെ സ്ഥാപിതമാവുകയും ചെയ്തു എന്ന് പറയുമ്പോഴാണ് തനതായ രീതിയിൽ നമ്മുടെ നാട്ടിൽ തുടങ്ങിയ ഒരു ഗ്രാമവികസന പദ്ധതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും പല കാലഘട്ടങ്ങളിൽ പല വ്യക്തികളാൽ പലതരത്തിലുള്ള ഗ്രാമവികസന പദ്ധതികളും സംരംഭങ്ങളും എല്ലാം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് മാർത്താണ്ഡം പ്രൊജക്ട് എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട്. മാർത്താണ്ഡം പ്രൊജക്ട് അല്ലേ, മാർത്താണ്ഡം എവിടെയാണെന്ന് നമുക്കറിയാം അല്ലേ. ആദ്യകാലത്ത് തിരുവിതാംകൂർ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന കന്യാകുമാരിയിലെ ഒരു പ്രദേശമാണ് മാർത്താണ്ഡം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് കന്യാകുമാരിയും മാർത്താണ്ഡവും തമിഴ്നാടിൻ്റെ ഭാഗമായിട്ട് ഉള്ളതാണ്. അത് ആരംഭിക്കപ്പെട്ടത് ആരാലാണ്? സ്പെൻസർ ഹാച്ച് എന്ന് പറയുന്ന ഒരു വിദേശിയാൽ ആരംഭിക്കപ്പെട്ട പ്രൊജക്റ്റാണ് മാർത്താണ്ഡം പ്രൊജക്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരുന്നു ഇവിടുത്തെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ നമുക്കറിയാം റൂറൽ ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ എന്താണ് ഗ്രാമവികസനം എന്ന് ചോദിച്ചാൽ ഗ്രാമീണ ജനതയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയാണ്, ഗ്രാമപ്രദേശങ്ങളിലേക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ കൊണ്ടുവരികയാണ്, ഗ്രാമപ്രദേശങ്ങളിലേക്ക് വിദ്യാഭ്യാസ നിലവാരവും തൊഴിലവസരങ്ങളും വർദ്ധിപ്പിക്കുവാൻ ഉതകുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ആവിഷ്കരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ എംപവർമെൻറ്റ് ഓഫ് റൂറൽ പീപ്പിൾ അതായിരുന്നു സ്പെൻസർ ഹാച്ചിൻ്റെ മൂശയിൽ അല്ലെങ്കിൽ തലയിലുദിച്ച ആശയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അത് എങ്ങനെ നടപ്പിലാക്കണം, അതിനുവേണ്ടി വരുന്നത് ഇത് YMCA എന്ന് പറയുന്ന കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു, YMCA പ്രൊജക്റ്റുകൾ ആരംഭിച്ചു. അങ്ങനെ YMCAയുടെ നേതൃത്വത്തിലാണ് ഈ പറയുന്ന മാർത്താണ്ഡം പ്രൊജക്റ്റ് രാജ്യത്തെമ്പാടും വളർന്ന് വികാസം പ്രാപിച്ചത്. ഇത് റൂറൽ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുകയും സ്വയം പര്യാപ്തത കൈവരിക്കുവാൻ ജനങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യുക എന്ന പ്രാഥമിക ലക്ഷ്യം വലിയ തോതിൽ നിർവഹിക്കുന്നതിനെ വിജയിച്ചു. അതുകൊണ്ട് തന്നെ മാർത്താണ്ഡം പ്രൊജക്റ്റ് ഒരു വൻ വിജയമായിരുന്നു എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ അനുമാനിക്കുന്നത്. മാർത്താണ്ഡം പ്രൊജക്റ്റിൻ്റെ ആ ഒരു വിജയമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണ്, ഇതേ മാതൃകയിൽ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകൾ ആരംഭിക്കപ്പെട്ടു. അത്തരത്തിൽപ്പെട്ടൊരു പ്രൊജക്റ്റായിരുന്നു FL ബ്രയാൻ എന്ന് പറയുന്ന ഒരു കളക്ടർ. അദ്ദേഹം ഗുരുഗ്രാം അല്ലെങ്കിൽ ഇപ്പോൾ ഗുരുഗ്രാം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പഴയകാലത്തെ ഗുഡ്ഗാവ് ഉണ്ട്. ആ ഗുഡ്ഗാവ് അല്ലെങ്കിൽ ഗുരുഗ്രാം എന്ന് പറയുന്ന പ്രദേശം പഴയകാലത്തെ പെപ്സുവിൽ പാട്യാല ആൻഡ് ഈസ്റ്റ് പഞ്ചാബ് സ്റ്റേറ്റ്സ് യൂണിയനാണ് പെപ്സു എന്ന പേരിൽ അറിയപ്പെട്ടത്. പക്ഷേ ഇന്ന് പെപ്സു അല്ല, ഇന്ന് പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ് ഇങ്ങനെയുള്ള 3 സംസ്ഥാനങ്ങളും ചണ്ഡീഗഡ് എന്ന് പറയുന്ന കേന്ദ്രഭരണ പ്രദേശവുമായിട്ട് പെപ്സു വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ഹരിയാനയിലാണ് ഈ പറയുന്ന ഗുരുഗ്രാമം അഥവാ ഗുർഗാവ് ഉള്ളത്. അപ്പോൾ ഇവിടെ 1920 ഈ ഒരു പ്രൊജക്റ്റ് ആരംഭിച്ചത്. അവിടുത്തെ ജില്ലാ കളക്ടറായിരുന്ന FL ബ്രയാനാണ്. FL ബ്രയാൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പ്രൊജക്റ്റ് ഇവിടെ ആരംഭിക്കപ്പെട്ടത്. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രൊജക്റ്റ് കൊണ്ടുവന്നത്? ഗ്രാമീണ ജനതയ്ക്ക് ഈ ഗ്രാമീണ തലത്തിലുള്ള അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാനായിട്ട് ഓരോ വില്ലേജുകളിലും ഗ്രാമീണരായിട്ടുള്ള കർഷകരെയും ഗ്രാമീണരായിട്ടുള്ള വ്യവസായികളെയും സഹായിക്കുന്ന അറിവുള്ള ഗൈഡുകളെ പരിശീലിപ്പിച്ച് അവിടെ കൊണ്ടുവന്ന് നൽകുക. ആ ഗൈഡുകൾ അവിടെയുള്ള വില്ലേജിന് മൊത്തം ഗൈഡ് ചെയ്യുന്നൊരു സിസ്റ്റം, അതിലൂടെ റൂറൽ ഡെവലപ്മെൻറ്റ് സാധ്യമാക്കുക എന്നതായിരുന്നു ഈ പദ്ധതി ലക്ഷ്യം വെച്ചത്. കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയിലുമൊക്കെ അന്ന് തനി നാടൻ രീതിയിലുള്ള പ്രവർത്തനമാണ് നടന്നിരുന്നത് എങ്കിൽ ഇവരെ കൊണ്ടുവന്ന ഈ വില്ലേജ് ഗൈഡ് എന്ന് പറയുന്ന സംവിധാനം സാങ്കേതിക തികവ് പകർന്നു കൊടുക്കുക എന്ന ഒരു ആശയത്തിലൂന്നിയതായിരുന്നു. പക്ഷേ ഈ പ്രൊജക്റ്റ് ഒരു വമ്പൻ പരാജയമായിരുന്നു എന്ന് പറയാതെ വയ്യ. കാരണം വില്ലേജ് ഗൈഡ് സംവിധാനത്തിൽ നിയോഗിക്കപ്പെട്ട പല ആളുകളും ടെക്നോളജിക്കലി അപ്ഗ്രേഡഡ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ടെക്നിക്കൽ നോളജ് എന്ന് പറയുന്നതും ആ സാങ്കേതിക തികവ് എന്ന സംവിധാനവും ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നതിൽ വൻ പരാജയം നേരിടുകയും ഈ പറയുന്ന ഗുരുഗ്രാം എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ ഗുർഗാവ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് പരാജയപ്പെട്ടു പോവുകയും ഉണ്ടായി. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നു ഗുരുഗ്രാമം എക്സ്പെരിമെൻ്റ് ഒരു വമ്പൻ പരാജയമായിരുന്നു അല്ലേ. ഇനി അടുത്തൊരു പ്രൊജക്റ്റിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്? അതാണ് ബറോഡ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ബറോഡ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുന്ന ഒരു പ്രദേശമായിരുന്നു. അവിടെ നേരിട്ട് ഭരിക്കുന്ന പ്രദേശമായിരുന്നു അല്ല, അതൊരു നാട്ടുരാജ്യമായിരുന്നു. ഈ നാട്ടുരാജ്യത്ത് ദിവാനായിട്ടുണ്ടായിരുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു VT കൃഷ്ണമാചാരി എന്ന് പറയും. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ്
അസംബ്ലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ വൈസ് ചെയർമാൻ അല്ലെങ്കിൽ ആ ഒരു പദവിയിലേക്ക് ഇരുന്നിട്ടുള്ള വ്യക്തിയാണ് വി ടി കൃഷ്ണമാചാരി എന്ന് പറയുന്ന ഒരാൾ. അപ്പോൾ ആ വി ടി കൃഷ്ണമാചാരി ബറോഡ എന്ന രാജ്യത്തിലെ ദിവാനായിട്ടിരുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രൊജക്റ്റാണ് ബറോഡ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ബറോഡ എക്സ്പെരിമെൻറ്റിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1932. 1932 ബറോഡ എക്സ്പെരിമെൻ്റ് ആരംഭിക്കപ്പെട്ടത്. വി ടി കൃഷ്ണമാചാരിയായിരുന്നു. ഇത് ഗുജറാത്തിലാണ്. ഇപ്പോൾ ബറോഡ സംസ്ഥാനം ഇല്ല, അത് ഗുജറാത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇവർ ജീവിത നിലവാരം ലിവിങ് സ്റ്റാൻഡേർഡ് വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്നത്. ടു ഇംപ്രൂവ് ലിവിങ് സ്റ്റാൻഡേർഡ്, ജീവിത നിലവാരത്തെ വർദ്ധിപ്പിക്കുക, അതേപോലെ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നീ ലക്ഷ്യങ്ങളിൽ എഡ്യൂക്കേഷൻ, അതായത് ഇമ്പാർട്ട് ടെക്നിക്കൽ നോഹൗ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്നൊക്കെ ഇതിൻ്റെ ഭാഗമായിരുന്നു. അതായത് കൂടുതൽ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ജനങ്ങൾക്ക് നൽകുക എന്നതായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം. അങ്ങനെ കൊണ്ടുവന്നൊരു പ്രൊജക്റ്റാണ് ബറോഡ എക്സ്പെരിമെൻ്റ്. ഇത് ഒരു വൻ വിജയമായിരുന്നു. കാര്യം ജനങ്ങൾ സ്വയം പര്യാപ്തത കൈവരിക്കുവാനായിട്ട് സാധിച്ചു ഇതിലൂടെ. ഇതിന് ശേഷം വന്ന മറ്റൊരു പ്രൊജക്റ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, സേവാഗ്രാം പ്രൊജക്റ്റാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ട് വരും. ഗാന്ധിയുടെയും ടാഗോറിൻ്റെയും ഒക്കെ ആ ഗ്രാമവികസനം എന്ന് പറയുന്ന ആശയത്തെ അധിഷ്ഠിതമായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു ക്ലാസ്സിൽ പഠിക്കാം. അതുകൊണ്ട് ജനറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ ഇവിടെ നിന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഈ സേവാഗ്രാം പ്രൊജക്റ്റ് എന്ന് നമുക്കറിയാം. 1932 കാലഘട്ടങ്ങളിലാണ് ഗാന്ധിജിയും അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കറുമായിട്ട് ആശയപരമായൊരു ഭിന്നത വരുന്നതും ആ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന മേഖലയിലേക്ക് ഗാന്ധിജി ഇറങ്ങി വരാൻ കാരണമാകുന്നതും താഴെത്തട്ടിലുള്ള അധസ്ഥിതരായിട്ടുള്ള ഹരിജനങ്ങളുടെ ഉന്നമനം കാക്ഷിച്ചുകൊണ്ട് ഹരിജൻ വെൽഫെയർ പദ്ധതികൾ ഗാന്ധിജി ആവിഷ്കരിക്കുന്നതും ഈ ഒരു കാലഘട്ടത്തിലാണ്. അങ്ങനെ താഴെത്തട്ടിലുള്ള അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട മണ്ണിൽ പണിയെടുക്കുന്ന ജനവിഭാഗങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നതിനെ വരേണ്യവർഗത്തിൽപ്പെട്ട സംഘടന നേതാക്കന്മാരെ പ്രചോദിപ്പിക്കുന്ന തരത്തിലുള്ളൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ ഗാന്ധി എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ആശ്രമം അഹമ്മദാബാദ് നമുക്ക് പറയാൻ പറ്റില്ല, എവിടെയാണ്, ഗുജറാത്തിലെ നദിയാണ്. സബർമതി നദിയുടെ തീരത്ത് നിന്നും മഹാരാഷ്ട്രയിലെ വാർധ നദിയുടെ തീരത്തേക്ക് എന്ത് ചെയ്യുകയാണ്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം ഷിഫ്റ്റ് ചെയ്യുകയും വാർധയിലെ സേവാഗ്രാമം എന്ന പേരിൽ പൊതുജനങ്ങളുടെ സേവനത്തിന് സന്നദ്ധതയായിട്ടുള്ള വോളണ്ടിയർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് സേവാഗ്രാമം എന്ന പേരിൽ എന്ത് ചെയ്യുകയാണ്, ഒരു ആശ്രമം അദ്ദേഹം സ്ഥാപിക്കുകയും ചെയ്തു. ആ സേവാഗ്രാമമാണ് വാർധയിൽ ഉള്ള ആശ്രമം. അതുകൊണ്ട് ഇതിനെ വാർധ ആശ്രമം എന്ന് വിളിക്കുന്നു. ഈ ആശ്രമത്തിൽ ഇരുന്നു കൊണ്ട് ഗാന്ധിജി വിഭാവനം ചെയ്ത താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് സേവനം നൽകുന്ന പ്രവർത്തനമാണ് നമ്മൾ സേവാഗ്രാമം എന്ന പേരിൽ വിളിക്കുന്നത്. എങ്ങനെ അവരെ സേവിക്കാം, അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള തൊഴിൽ പരിശീലനങ്ങൾ നൽകുക, വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്ക് എല്ലാവർക്കും തൊഴിൽ ചെയ്യുവാൻ പര്യാപ്തമായ തൊഴിൽ മേഖലകളിൽ അവരെ പ്രാവീണ്യമുള്ളവരാക്കി മാറ്റുക, അതിനെ കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അതേപോലെ തന്നെ ഒരു കുടുംബത്തിൻ്റെ നാശത്തിന് കാരണമാകുന്നത് ആ കുടുംബത്തിന് ലഭിക്കുന്ന വരുമാനം ഇല്ലാതെയായി പോകുന്നൊരു പ്രവർത്തനമാണ്. അന്നത്തെ കാലത്ത് കുടുംബങ്ങളിലെ പുരുഷന്മാർ പണിയെടുക്കുന്ന പണം മുഴുവനും മദ്യത്തിന് വേണ്ടിയാണ് ചിലവഴിച്ചിരുന്നത്. ആയതിനാൽ മദ്യവർജനം എന്ന് പറയുന്നത് ഓരോ കുടുംബങ്ങളിലേക്കും കൊണ്ടുവരുവാനായിട്ട് വാർധ അല്ലെങ്കിൽ സേവാഗ്രാം പ്രൊജക്റ്റ് പ്രചോദനം നൽകി. അതേപോലെ തന്നെ നമ്മൾ നോക്കിയാൽ എന്താണ്, അന്നത്തെ കാലത്ത് ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഐക്യം എന്ന് പറയുന്നതില്ല. ബ്രിട്ടീഷുകാരുടെ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി കാരണം ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ജൈനൻ, ബുദ്ധൻ എന്നീ വിഭാഗങ്ങളിലെല്ലാം എന്നും ഐക്യമില്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് ഐക്യം ജനങ്ങളുടെ ഇടയിൽ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സാമുദായിക മൈത്രി അല്ലെങ്കിൽ മതമൈത്രി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കമ്മ്യൂണൽ ഹാർമണി എന്ന് പറയുന്നത് സേവാഗ്രാമിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രൊജക്റ്റായിരുന്നു നമുക്ക് പറയാൻ പറ്റും അല്ലേ. അതേപോലെ സ്ത്രീകളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം വിമൺ എംപവർമെൻ്റ് നമ്മൾ പറയണം, അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണം അല്ലെങ്കിൽ നാരി ശക്തി എന്നൊക്കെ പറയുന്ന ആ ഒരു സംവിധാനത്തിലേക്ക് സ്ത്രീകളെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, വനിതകൾക്ക് വിദ്യാഭ്യാസം നമ്മൾ കൊടുത്തേ മതിയാവുകയുള്ളൂ. അങ്ങനെ വനിതകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് സംഭവങ്ങൾ ഇവിടെ വേണം, ഇവിടെ വേണ്ടുന്നത് എന്തായിരിക്കണം, വുമൺ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നൊരു സംവിധാനമാണ് ഇവിടെ വേണ്ടത്. ഇനി ഇതിന് ശേഷം വന്ന മറ്റൊരു പ്രൊജക്റ്റിനെ നമ്മൾ നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റും. എന്താ നമുക്ക് പറയാൻ പറ്റുക, ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് അതാണ് ഫിർക്ക ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് എന്ന ആശയത്തെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഫിർക്ക ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ്. അപ്പോൾ എന്താണ് ഫിർക്ക ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ്? അതായത് മദ്രാസ് സംസ്ഥാനത്തിൽ 1946 അന്നത്തെ മദ്രാസ് പ്രധാനമന്ത്രിയായിരുന്ന, 1950 ശേഷമാണ് പ്രധാനമന്ത്രി എന്ന് പറയുന്നത് രാജ്യത്തിന് ഒരാൾ മതിയെന്നും സംസ്ഥാനങ്ങൾക്കെല്ലാം മുഖ്യമന്ത്രി മതിയെന്നുള്ള തീരുമാനത്തിൽ വന്നത്. അതൊക്കെ മുൻപ് മൊത്തം പ്രധാനമന്ത്രിമയമായിരുന്നു. 1946 അന്നത്തെ മദ്രാസ് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ടി പ്രകാശം, ആന്ധ്രാസിംഹം എന്നും ആന്ധ്ര കേസരി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ടി പ്രകാശം, ആ പ്രകാശം ഒറ്റപ്പാലം കോൺഗ്രസ് 1921 നടന്ന ഒറ്റപ്പാലം കോൺഗ്രസിന് അധ്യക്ഷത വഹിച്ച അതേ ടി പ്രകാശം, ആ ടി പ്രകാശം ആരംഭിച്ച പദ്ധതിയാണ് ഫിർക്ക ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഒരു പദ്ധതി. ഇത് 34 ഫിർക്കകളിലായിരുന്നു ആദ്യകാലത്തുണ്ടായിരുന്നത്. ഫിർക്ക എന്ന് വെച്ചാൽ എല്ലാ തരത്തിലുള്ള ആ സംവിധാനങ്ങളിൽ ലഭ്യമാകുന്ന ഒരു മാതൃകാ ഗ്രാമമാണ്. ഇങ്ങനെ മാതൃകാ ഗ്രാമങ്ങൾ വികസിപ്പിച്ച് തമിഴ്നാട് അല്ലെങ്കിൽ അന്നത്തെ മദ്രാസ് സംസ്ഥാനം മുഴുവനും
എന്താവുക, ഫിർക്കകളാൽ സമ്പന്നമാക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. അങ്ങനെ ആദ്യം പ്രൊജക്ട് അടിസ്ഥാനത്തിൽ 34 ഫിർക്കകളിലാണ് തുടങ്ങിയതെങ്കിലും പക്ഷെ കാലാന്തരത്തിൽ ഇത് 50 ഫിർക്കകളിലേക്ക് വ്യാപിപ്പിക്കുകയാണ് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്തെന്ന് ചോദിച്ചാൽ എന്താണ് ഒബ്ജക്റ്റീവ്? ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ്, അടിസ്ഥാന സൗകര്യ വികസനമാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? യാത്രാ സംവിധാനങ്ങൾ അവിടെ വരുന്നുണ്ട് അല്ലേ, ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അടച്ചുറപ്പുള്ള വീടുകൾ വരുന്നുണ്ട്, പിന്നെയോ കുടിവെള്ളം വരുന്നുണ്ട്, ആശുപത്രികൾ വരുന്നുണ്ട്, വിദ്യാഭ്യാസം വരുന്നുണ്ട്, തൊഴിലവസരങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ എല്ലാം മെച്ചപ്പെടുത്തി എടുക്കുക എന്നതായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലേ. ഡ്രിങ്കിങ് വാട്ടർ സാനിറ്റേഷൻ പ്രൊജക്റ്റുകൾ, ഹൈജീനിക് അല്ലേ, സാനിറ്റേഷൻ ഉണ്ട് അല്ലെ, ശുചിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരണ രംഗത്ത് ജനങ്ങൾക്ക് കൂടുതൽ ഫണ്ടുകൾ കൈമാറുന്നതിന് വേണ്ടി സഹകരണ പ്രസ്ഥാനങ്ങൾ കൊണ്ടുവരുന്ന സംവിധാനം ഉണ്ടായിരുന്നു. ഏറ്റവും ചുരുങ്ങിയത് എന്താണ്? അടിസ്ഥാന ആവശ്യങ്ങളായിട്ടുള്ള ആഹാരവും വസ്ത്രവും പാർപ്പിടവും ജനങ്ങൾക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവന്ന പ്രൊജക്റ്റാണ് ഈ പറയുന്ന ഫിർക്ക ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ പ്രൊജക്റ്റ്. ഇതൊരു വിജയിച്ച പ്രൊജക്റ്റാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി വീണ്ടും നമ്മൾ നോക്കിയാൽ എന്തായിരിക്കാം? ഈ കാലഘട്ടങ്ങളിലാണ് നിശബ്ദമായിട്ട് അലയടിച്ച ഒരു തരംഗമുണ്ടായിരുന്നു. അതായത് ആഹാരത്തിന് ദൗർലഭ്യമുണ്ടായി. ദൗർലഭ്യമുണ്ടാകാൻ കാരണം നമുക്കറിയാം, രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ എന്താണ്? പല ലോകരാജ്യങ്ങളും പട്ടിണിയിലായി, പല ലോകരാജ്യങ്ങളും ദാരിദ്ര്യത്തിലായി, പല ലോകരാജ്യങ്ങളിലും ഉൽപാദനം എന്ന് പറയുന്നതും കാർഷിക മേഖല എന്ന് പറയുന്നതും തകർന്ന് തരിപ്പണമായി ജനങ്ങൾ പട്ടിണിയിലേക്കും പട്ടിണി മരണത്തിലേക്കും മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എന്താണ്? ഭക്ഷ്യ സ്വയം പര്യാപ്തത നമുക്കില്ലാതെ വന്നു. അപ്പോൾ ഭക്ഷ്യകാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് തുടക്കത്തിൽ വന്ന ഗവൺമെൻറ്റാണ്, അവർക്കൊന്നും ചെയ്യാനില്ല, പരിചയമില്ലാത്ത ഗവൺമെൻറ് എന്ത് ചെയ്തു? എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യേണ്ടേ എന്ന് കരുതിയിട്ടായിരിക്കാം അവരുടെ യുക്തി പോലെ അവരൊരു പദ്ധതി കൊണ്ടുവന്നു. അതായിരുന്നു ഗ്രോ മോർ ഫുഡ് ക്യാമ്പയിൻ എന്ന് പറയുന്നത്. 1947 അധികാര കൈമാറ്റം നടക്കുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയെ ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരായിരുന്നു ഗ്രോ മോർ ഫുഡ് ക്യാമ്പയിൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഗ്രോ മോർ ഫുഡ് ക്യാമ്പയിൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുക, ആഹാര കാര്യങ്ങളിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, ഭക്ഷ്യ ഉൽപ്പാദനങ്ങൾ വർദ്ധിക്കുക, അതായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. പക്ഷേ ഇത് പരാജയപ്പെട്ടു പോയി. ഇത് പരാജയപ്പെടാൻ കാര്യം എന്താണ്? കർഷകരുടെ ഇടയിലേക്ക് ഈ ക്യാമ്പയിൻ എത്തിക്കുന്നതിൽ അന്നത്തെ കാലത്തെ ഈ സംവിധാനവുമായി ബന്ധപ്പെട്ട ചുമതലക്കാർ പരാജയപ്പെട്ടു എന്നതായിരുന്നു കാരണം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പരാജയ കാരണങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് 1952 എന്ത് ചെയ്തു? ഇന്ത്യ ഗവൺമെൻറ് ഒരു കമ്മിറ്റിയെ ഒക്കെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ് അല്ലേ. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ള അടുത്ത പ്രൊജക്റ്റ് എന്ന് വെച്ചാൽ നിലോഖേരി പ്രൊജക്റ്റ് ആണ് അല്ലേ. നിലോഖേരി പ്രൊജക്റ്റ് 1947 പ്രൊജക്റ്റാണ് നിലോഖേരി പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിലോഖേരി പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ 1947 കാലഘട്ടം നമുക്കറിയാം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ലഭിച്ച കാലഘട്ടമാണ്. ഞങ്ങൾ പാകിസ്ഥാനിലാണോ ഇന്ത്യയിലാണോ ജീവിക്കേണ്ടത് എന്നറിയാതെ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് അഭയാർത്ഥികളെ പോലെ പ്രവഹിച്ച കാലഘട്ടമാണ്. ആ കാലഘട്ടങ്ങളിൽ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായി വന്നിട്ടുള്ള ധാരാളം ആളുകളുണ്ടായിരുന്നു. അത്തരം ആളുകൾക്ക് നിത്യജീവിതത്തിനുള്ള ഉപാധികൾ നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് SK ഡേ എന്ന സാമ്പത്തിക ആചാര്യൻ നിർദ്ദേശിച്ച പ്രകാരം എന്ത് ചെയ്യുകയാണ്? ഒരു പദ്ധതി ആവിഷ്കരിക്കുകയാണ്. ആ പദ്ധതിയാണ് മസ്ദൂർ മൻസിൽ എന്ന പേരിൽ പരക്കെ അറിയപ്പെട്ടിരുന്ന നിലോഖേരി പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. 7000-ഓളം അഭയാർത്ഥികളെ ഒരു ഗ്രാമത്തിൽ താമസിപ്പിക്കുകയാണ്. നിലോഖേരി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് താമസിപ്പിക്കുകയാണ്. ഇത് ഹരിയാന ബോർഡറിലാണ്. അവിടെ താമസിപ്പിക്കുകയാണ്. അവിടെ താമസിപ്പിച്ചിട്ട് അവർക്ക് സ്കിൽ ഡെവലപ്മെൻറ്റ് നൽകുകയാണ്. അവരുടെ തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിക്കുന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് അവിടെ തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ നൽകുകയാണ്. കന്നുകാലി വളർത്താൻ പരിശീലനം അല്ലെ, തയ്യൽ പരിശീലനം, തുണിനെയ്ത്ത് പരിശീലനം, വ്യവസായശാലകളിൽ പണിയെടുക്കുന്നതിന് മരപ്പണി, തടിപ്പണി, ഇരുമ്പ് പണി മുതലായ എല്ലാ തരത്തിലുള്ള പരിശീലനം, വിദ്യാഭ്യാസ സംവിധാനങ്ങൾ നടക്കുന്നു, ആശുപത്രി പരിചരണത്തിന് അതിനുള്ള സംവിധാനം എല്ലാം ലഭ്യമാവുന്ന ഒരു ചെറിയ ഒരു മിനിയേച്ചർ പ്രൊജക്റ്റ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒന്നായിരുന്നു നിലോഖേരി പ്രൊജക്റ്റ്. ഇതൊരു വമ്പൻ വിജയമായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത് നിലോഖേരി പ്രൊജക്റ്റ്. നിലോഖേരി പ്രൊജക്റ്റ് അറിയപ്പെട്ടിരുന്ന പേരാണ് SK ഡേ പ്രൊജക്റ്റ് എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ട്. പിന്നെ മസ്ദൂർ മൻസിൽ എന്ന പേരിൽ ഇത് അറിയപ്പെട്ടിട്ടുണ്ട്. ഇതേ കാലയളവിൽ തന്നെ ഉണ്ടായ മറ്റൊരു പ്രൊജക്റ്റാണ് ഇറ്റാവ പ്രൊജക്റ്റ് എന്നാണ് പറയുന്നത്. ഇറ്റാവ എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ ഒരു ജില്ലയാണ്. അവിടുത്തെ ഒരു ഗ്രാമത്തെ ദത്തെടുത്തു. ഗ്രാമത്തിൻ്റെ പേരാണ് മഹുവ എന്ന് പറഞ്ഞ ഗ്രാമമുണ്ട്. ആ മഹുവ ഗ്രാമത്തിൽ ഇത്തരത്തിൽ സമ്പൂർണ്ണമായ ഒരു വില്ലേജ് ഡെവലപ്പ് ചെയ്യുക, ഒരു മോഡൽ വില്ലേജ് ഡെവലപ്പ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി വന്ന സംവിധാനമാണ് ഈ പറയുന്ന ഇറ്റാവ പ്രൊജക്റ്റ്. ഇത് 1948 ഉണ്ടായിരുന്നത്. ഇത് കൊണ്ടുവന്ന വ്യക്തിയുടെ പേര് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ പേരാണ് ആൽബർട്ട് മേയർ അല്ലെ. USA ഉണ്ടായിരുന്ന അല്ലെങ്കിൽ USA കാരനായിരുന്ന ആൽബർട്ട് മേയർ. അദ്ദേഹമാണ് ഈ സംവിധാനവുമായിട്ട് മുന്നോട്ട് വന്നത് എന്ന് നമുക്കറിയാം. അങ്ങനെ ആൽബർട്ട് മേയറിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചൊരു പ്രൊജക്റ്റാണ് ഇത്. ഇവിടെ ഈ പദ്ധതിയിലൂടെ ലക്ഷ്യം വെച്ച കാര്യങ്ങൾ എന്താണ്? ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുക, അതായത് പ്രൊഡക്ടിവിറ്റിയിലെ ഒരു വൻ വർധനവ്, അതേപോലെ സാമൂഹിക വികസനം ഉണ്ടാക്കിയെടുക്കുക അല്ലെ, സോഷ്യൽ ഡെവലപ്മെൻറ്റിലും പുരോഗതി ഉണ്ടാകണം.
ജനങ്ങൾ തമ്മിലുള്ള സഹകരണം ഉണ്ടാവണം, ജനങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കണം, അവർക്ക് സ്വന്തം കാലിൽ നിൽക്കുവാൻ പ്രേരണ നൽകുന്ന തരത്തിലുള്ള കഴിവുകൾ അവിടെ വികസിപ്പിക്കുക. ഇതായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് ഇറ്റാവ പ്രൊജക്റ്റിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സക്സസ്ഫുൾ പ്രൊജക്റ്റ് എന്ന രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. ഇത്തരത്തിലുള്ള ധാരാളം പദ്ധതികൾ സ്വാതന്ത്ര്യത്തിന് മുൻപും സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തുമെല്ലാം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നെങ്കിലും പല പ്രൊജക്റ്റുകളും ഒരർത്ഥത്തിൽ പരാജയമായിരുന്നു എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഈ പ്രൊജക്റ്റുകൾ പരാജയപ്പെട്ടത്? അതിന് ധാരാളം പോരായ്മകൾ ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഇവ പരാജയപ്പെടാനിടയായത്. അപ്പോൾ അതിൻ്റെ പോരായ്മകൾ എന്തെല്ലാമാണ്, ഡ്രോബാക്സ് എന്തെല്ലാമാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിലൊന്നാമത് എന്തായിരുന്നു? ഗവൺമെൻറ് ആയിരുന്നില്ല പല പദ്ധതികളും ആരംഭിച്ചിരുന്നത്. ഇൻഡിവിജ്വൽസ്, അതായത് ചില വ്യക്തികൾ അവരാസൂത്രണം ചെയ്ത പ്രൊജക്റ്റായിരുന്നു. അതുകൊണ്ട് തന്നെ വ്യക്തി കേന്ദ്രീകൃതമായിട്ട് സമൂഹത്തെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് വ്യക്തികളാൽ ആരംഭിച്ച പ്രൊജക്റ്റ് ആയതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ഇല്ലായിരുന്നു. വ്യക്തികൾക്ക് ഫണ്ട് കണ്ടെത്തുന്നതിന് പരിമിതി ഉണ്ടായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഫണ്ട് ഇവർക്ക് ലഭിച്ചതില്ല. അതുപോലെ തന്നെ വ്യക്തികളാകുമ്പോൾ ആ വ്യക്തിയുടെ മരണശേഷമോ കാലശേഷമോ ഈ പ്രൊജക്റ്റ് അവിടെ തീരും. അതുകൊണ്ട് കണ്ടിന്യൂറ്റി ഇല്ലാത്ത പ്രൊജക്റ്റുകളായിരുന്നു ഗവൺമെൻറ്റിൻ്റെ പ്രൊജക്റ്റ് അല്ലാതിരുന്നതിനാൽ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നില്ല, കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ആൾക്കാരുമില്ല. സാമ്പത്തിക സഹായം എന്ന് പറയുന്നത് പരിമിതമായിരുന്നു. പിന്നെയോ പരിശീലനം നൽകുന്ന ആളുകൾ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരായിരുന്നു പലരും. അതേപോലെ തന്നെ വിദഗ്ധമായ ട്രെയിനിങ് ലഭിച്ചിട്ടില്ലാത്ത ആൾക്കാരായിരുന്നു. കൂടാതെ ഒരു നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നതിലും ഈ പറയുന്ന ആളുകൾ പരാജയപ്പെടുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇതൊരു സമ്പൂർണ്ണ പരാജയമായിരുന്നു. കൂടുതൽ ജനങ്ങളുടെ പങ്കാളിത്തം ലഭിച്ചിരുന്നില്ല. കാരണം താഴെത്തട്ടിലുള്ള ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാനായിട്ട് ഇത്തരത്തിലുള്ള പദ്ധതികളും അതിൻ്റെ ആചാര്യന്മാർക്കുമൊന്നും സാധിച്ചിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയത് റൂറൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് LSGDയുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ 15 മാർക്ക് നൽകുന്ന മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രണ്ടാമത്തെ വീഡിയോ ക്ലാസ്സാണ് നമ്മളിവിടെ ഇപ്പോൾ കഴിഞ്ഞത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ സമ്പൂർണ്ണമായ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. കോൺടാക്ട് ചെയ്യേണ്ടുന്ന നമ്പർ അല്ലെങ്കിൽ വാട്സപ്പിലോ ടെലഗ്രാമിലോ മെസ്സേജ് അയക്കേണ്ടുന്ന നമ്പർ ഇതാണ്: 98 46 18 31 66. ഒരിക്കൽ കൂടി 98 46 18 31 66 എന്ന നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതും ഈ ക്ലാസ്സിൽ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഓൾ ദ ബെസ്റ്റ്.